നമസ്കാരം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് സമഗ്രമായി പെൻഷൻ പദ്ധതി നടപ്പാക്കി വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളുടെ ഈ ഒരു കൊച്ചു കേരളം. 1600 രൂപയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനായി നൽകി വരുന്നത്. രാജ്യത്ത് മറ്റു ഒരു സംസ്ഥാനത്തും 1600 രൂപ പെൻഷൻ നൽകുന്ന സംസ്ഥാനം വേറെയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൃത്യമായി തന്നെ ഇപ്പോൾ എല്ലാ മാസവും 1600 രൂപ വീതം സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ തുക അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഒക്കെ എത്തിച്ചു നൽകുന്നുണ്ട്. 2023 കാലഘട്ടത്തിൽ നമുക്കറിയാം, സംസ്ഥാനത്ത് വലിയ സാമ്പത്തിക ഞെരുക്കം നേരിട്ടിരുന്ന കാലത്താണ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 മാസത്തോളം അന്ന് പെൻഷൻ കുടിശ്ശികയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും ഇപ്പോൾ 2 മാസത്തെ മാത്രം പെൻഷൻ കുടിശ്ശികയാണ് ഇനി സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാൻ ബാക്കിയുള്ള എല്ലാ പെൻഷൻ കുടിശ്ശികയും 2 or 3 ഘട്ടങ്ങളിലായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്ത് തീർത്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും സംസ്ഥാന സർക്കാരോ അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളോ ഒക്കെ ആവശ്യപ്പെടുന്ന രേഖകൾ അതാത് ഓഫീസുകളിലൊക്കെ എത്തിച്ച് നൽകേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്തെ പെൻഷൻ മസ്റ്ററിംഗ് ആണ്. 2024 പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 2025 മസ്റ്ററിംഗ് ആണ് വരാൻ പോകുന്നത്. ഈ മാസം 25 തീയതി മുതലാണ് സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, 2025 പെൻഷൻ മസ്റ്ററിംഗ് ജൂൺ മാസം 25 ആരംഭിച്ച് ഓഗസ്റ്റ് മാസം 24 അവസാനിക്കുന്നത്. അപ്പോൾ 60 ദിവസ കാലാവധിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിങ്ങിനായി സംസ്ഥാന സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പെൻഷൻ മസ്റ്ററിംഗ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ചെയ്യുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. ഇനിയിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുവാൻ കഴിയാത്ത കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ആളുകളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ച്, അതായത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നമ്മളുടെ വീടുകളിലുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തി അറിയിക്കുക. നമ്മളുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ആളുകളുണ്ട്, മസ്റ്ററിങ്ങിനായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് വരാൻ സാധിക്കുകയില്ല. അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് എത്തിയായിരിക്കും ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ആളുകളും കൃത്യമായി തന്നെ ഈ ഒരു 2 മാസ കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി ഓർത്തു വയ്ക്കുക. സംസ്ഥാനത്ത് ജൂൺ മാസത്തിലെ പെൻഷൻ്റെ വിതരണവും ഇപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ട തുക ഇപ്പോൾ സംസ്ഥാന സർക്കാർ അനുവദിച്ചും കഴിഞ്ഞു. മറ്റന്നാൾ മുതൽ, അതായത് ജൂൺ മാസം 20 തീയതി മുതൽ നമ്മളുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു പെൻഷൻ തുക എത്തിത്തുടങ്ങും. അപ്പോൾ ഇത്തരത്തിൽ 1600 രൂപയായിരിക്കും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ മാസം ലഭിക്കുവാൻ പോകുന്നത്. കഴിഞ്ഞ മാസം നമുക്കറിയാം 3200 രൂപ നമ്മളുടെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമൊക്കെ ലഭിച്ചിരുന്നു. അത് ഒരു മാസത്തെ കുടിശ്ശിക കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ മാസം നമുക്ക് 3200 രൂപ ലഭിച്ചത്. കൃത്യമായി മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പെൻഷൻ മുടങ്ങുമെന്ന കാര്യം എല്ലാവരും ഓർത്തു വയ്ക്കുക. മസ്റ്ററിങ്ങിനായി പോകുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ മൊബൈൽ നമ്പർ, അതായത് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ആധാർ കാർഡ് കൊണ്ടുപോകണം. ഇനിയും പെൻഷൻ ID ഉണ്ടെങ്കിൽ ആ ഒരു പെൻഷൻ ID കൂടി കൊണ്ടുപോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ എല്ലാവരും കൃത്യമായി തന്നെ മസ്റ്ററിംഗ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായി മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്